കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കളിവിടെ അത്രയും അനുഭവിക്കുന്നുണ്ട്. ഇത് ആ ഒരു കുട്ടിയല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മരണം രണ്ടാമത്തതും ഒരു കുട്ടി ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവങ്ങളല്ല. ഒരുപാട് പ്രഷർ ഞങ്ങളുടെ മക്കളിവിടെ അനുഭവിക്കുന്നുണ്ട്. ഇനി അത് നടക്കത്തില്ല. ഈ മാനേജ്മെൻറ്റ് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ ഇവരിങ്ങനെ നടപടി ഇവിടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട 3-4 ടീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കമൻറ്റിൽ അറിയാം. 3-4 ടീച്ചേഴ്സിന് എല്ലാവർക്കെതിരെയും നടപടികൾ വേണം. ഇവിടുത്തെ സിസ്റ്റം മൊത്തം മാറ്റണം. ഈ ഒരു സിസ്റ്റം മൊത്തം മാറ്റണം. ഇപ്പോൾ ഇതാണ് രക്ഷിതാക്കളുടെ മറുപടി അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ട ഒരു വിഷയമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു രീതിയാണ്. വ്യക്തിപരമായി അറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഇത് മോശമാണ് പഠിക്കാൻ എന്ന് കുട്ടികളെ പറഞ്ഞുകൊണ്ട് അവരെ അടുത്ത ക്ലാസ്സിലേക്ക് കടത്തിവിടാതെ അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തുന്ന ഒരു രീതി ആ സ്കൂൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതി അത് തുടരുന്നുണ്ടോ? ഇപ്പോഴും അത്തരം രീതികൾ ആ സ്കൂളിൽ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് അതിൽ പരാതികൾ ഉണ്ടായിരുന്നോ? ഇപ്പോൾ നിലവിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ വിദ്യാർത്ഥി ആശീർ നന്ദ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നടക്കം രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട്. അപ്പോൾ അത് ചോദിക്കാവുന്നതാണ്. റോഷിനി, തീർച്ചയായും ഇപ്പോൾ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാം ഒരുപോലെ പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. പലപ്പോഴും മാർക്ക് കുറയുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പഠനത്തിൽ ചെറുതായി ഒന്ന് പിറകോട്ട് പോകുന്നതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് മാറ്റിയിരുത്താറുണ്ട്. ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രതിഷേധക്കാരെ നീക്കിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ആശീർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരെല്ലാമാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി വേണമെന്നുള്ളതായിരുന്നു പ്രതിഷേധത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധത്തിനിടയിൽ ഇപ്പോൾ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി വേണം. ആരെല്ലാമാണോ ഈ ആശീർ നന്ദയുടെ മരണത്തിൽ ഉത്തരവാദികളായിട്ടുള്ളത് ആ ടീച്ചർമാർക്കെതിരെയും ആ പ്രിൻസിപ്പളിനെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പ്രതിഷേധത്തിനിടയിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർ ഇത്തരത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയത്. ഇതിനിടയിൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പോലീസ് നേതൃത്വത്തിൽ ഇവരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് പ്രതിഷേധക്കാർ തടയുകയും ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഇപ്പോൾ ഏതായാലും കുട്ടികൾക്ക് പറയാനുള്ളത് ഇവിടെ മുഴുവൻ ആളുകളും കേട്ടു. ഇനി പേരൻസിന് പറയാനുള്ളത് കേൾക്കാണ്ട് ഇവരിവിടെ എവിടെയും പോകുന്നില്ല. ഇവരിത് കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ തിരിച്ചു എല്ലാവരും. അതായത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുകയാണ്. ഏതായാലും നടപടി സ്വീകരിക്കണമെങ്കിൽ അതിന് മുമ്പായി കൃത്യമായി തന്നെ ചർച്ച ചെയ്യണം. നിരവധി വിദ്യാർത്ഥികൾക്ക് അല്പസമയം മുമ്പ് സ്കൂളിൽ അനുഭവിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരാതികളും പീഡനങ്ങളെയും കുറിച്ച് കൃത്യമായി തന്നെ ഇവിടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പോലീസിനെയും എല്ലാം നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഏതായാലും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇനി ഏതായാലും വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള പരാതികളെല്ലാം ഇപ്പോൾ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ വീണ്ടും തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ചർച്ച വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധക്കാരുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാം ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്ത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാമെന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ തുടർ സമരങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. നിലവിൽ പോലീസ് ഒരു മിനിറ്റ്, പോലീസ് നിലവിലിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് പുറത്താക്കുമെന്ന് വാക്കാൽ പറയുന്നുണ്ട്. ആ വാക്ക് നമുക്ക് ആർക്കുമാരെ പുറത്താക്കുന്ന പറഞ്ഞു. ഈ സ്റ്റെല്ല എന്ന് പറയുന്ന ആരോപണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിട്ടുള്ള സ്റ്റെല്ല, അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വാക്കാൽ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് വാക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് ലെറ്റർ പേരിൽ അവർ എഴുതി തരണം. ഇത് മാത്രമല്ല, സ്റ്റെല്ല മാത്രമല്ല, ഒരുപാട് അധ്യാപകരുണ്ട്. അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവണം. ഇവിടെ ആദ്യം ഇവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവരുടെ പേരൻസിനും പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ആശീർ നന്ദ അനുഭവിച്ചതുപോലെ മറ്റു വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഒരുപാട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രയാസം. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇതിന്റെ സിസ്റ്റം മൊത്തം മാറണം. ഇപ്പോൾ നിലവിൽ ഇതിന്റെ ചർച്ച നടക്കുകയാണ്. ബാക്കി ഇതിന് ശേഷം പറയാം. ഇതാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതായാലും രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പളുമായി ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. രക്ഷിതാക്കളെ ഇപ്പോൾ
രക്ഷിതാക്കളിൽ നിന്ന് 2 പ്രതിനിധികളുമായി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഈ വിഷയം സംസാരിക്കാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വീണ്ടും പ്രശ്നം ഈ ചർച്ചകൾക്ക് ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതായാലും വീണ്ടും ഇപ്പോൾ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തമ്മിൽ ചർച്ച പുനരാരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനുശേഷം ഈ ആശിർ നന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. രോഷ്നി ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടക്കുന്നത്. രക്ഷിതാക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. പോലീസും സ്ഥലത്തുണ്ട്. വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആശിർ നന്ദന ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 9ാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി മാസങ്ങൾ പിന്നിട്ട ശേഷം നന്ദനയെ ഡിവിഷൻ മാറ്റിയിരുത്തിയിരുന്നു. സ്കൂളുകൾ ഇല്ലായിട്ടല്ല ഞാൻ എൻ്റെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇത്രയും കാലം എൻ്റെ മകൻ ഇന്നലെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളൊരു വിവരം അറിയിക്കുകയുണ്ടായി. അത് അവന് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കുട്ടികളെ ക്ലാസ് മാറ്റുമ്പോൾ അവർക്ക് 2 മാസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു ക്ലാസ് മാറ്റം ഉണ്ടായത്. മിഞ്ഞാന്ന് ഒരു ക്ലാസ് മാറ്റം ഉണ്ടായത്. ഈ ക്ലാസ് മാറ്റം ഉണ്ടാകുമ്പോൾ അവർ ഇത്രയും ദിവസം പഠിച്ച പോർഷൻസ് എടുത്ത ടീച്ചേഴ്സ് മാറും, അവർ കൂടുള്ള സുഹൃത്തുക്കൾ മാറും, എല്ലാം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തീർച്ചയായും വേദനിക്കും. അപ്പോൾ ഞാൻ പറയുക എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഇല്ലാത്ത ഒരു പ്രിൻസിപ്പളും അതുപോലെ കുറച്ച് ടീച്ചേഴ്സും ഇതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ അത് തിരിച്ചറിഞ്ഞ് മാറി നിന്ന് ഇവിടെ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രക്ഷിതാവ് എന്ന രീതിയിൽ ആ പ്രിൻസിപ്പളും അതിന് ഉത്തരവാദികളായ ടീച്ചേഴ്സും സ്വയം വിലയിരുത്തി അവർ മാറി നിന്ന് മറ്റ് കുട്ടികൾക്കും മറ്റ് രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഇവിടെ സുഗമമായ ഒരു അധ്യാപനം ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു സംഗതി ഇവിടെ എല്ലാവരും എത്തിച്ച ഇത് ഏറ്റെടുത്ത ജനത, അവർക്ക് എല്ലാവർക്കും പ്രത്യേകം ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കാട്ടുന്ന അവരുടെ ആ മനസ്സ് ഞങ്ങൾ കാണാതെ പോകില്ല. എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാക്കി പിരിയുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം പറയുന്നു. ഓക്കെ. എൻ്റെ 2 മക്കളിവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ പുറത്താണ്. വൈഫ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്, ഈ മക്കളുടെ ക്ലാസ് ടീച്ചറായിട്ടോ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സായിട്ടോ ഡയറക്റ്റ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല, ഇതുവരെ ഇല്ല. ഇവിടുത്തെ ഒരു PTA മീറ്റിങ്ങിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, അതായത് ഓരോ പാരൻറ്റിനെ വിളിച്ചിട്ട് അവരെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക, അവരെ ഹറാസ് ചെയ്യുക, ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള PTA മീറ്റിംഗ്, അങ്ങനെയല്ല. എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും നമ്മുടെ കുറവുകളും അതിലുള്ള കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കത് വേണം. തീർച്ചയായിട്ടും അത് മാത്രമാണ്, അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആവശ്യം. എന്താ വെച്ചാൽ അപ്പം വെച്ചാൽ ഇവിടുന്ന് ഞങ്ങളോടിപ്പോൾ ഇന്ന് പല ആൾക്കാരും ഇവിടെ വന്ന സാർമാരടക്കം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്തിന് ഇവിടെ പഠിപ്പിക്കണം, നിങ്ങൾക്ക് എന്താ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഇവിടെ നല്ല സ്കൂളായിരുന്നു. ഈ ഒരു സെൻറ് ഡൊമിനിക്കിൻ്റെ പേരിലാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഈ ഒരു സെൻറ്റർ ഡെവലപ്പ് ആയത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഈ സെൻറ് ഡൊമിനിക്കിൻ്റെ പേരിലാണ് ഈ ഒരു സെൻറ്റർ ഡൗൺ ആയി കിടക്കുന്നത്. ഇന്ന് ഈ ഒരു സ്കൂളിൻ്റെ പേരിലാണ്. ഈ ഒരു സിസ്റ്റം മാറണം. ഈ സ്കൂൾ സാധാരണ സ്കൂൾ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് ഇതും കൊണ്ടുപോകണം. മക്കളുടെ ടീച്ചറെ കയ്യിൽ നിന്ന് വടി വാങ്ങിച്ചിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇനി പറ്റില്ല. ഇവിടെ കുട്ടികൾ ഇവിടെ പറയണ്ടായി, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അനുവദിക്കില്ല എന്നുള്ളത്. 2 ദിവസം ഏതെങ്കിലും 2 കുട്ടികൾ തോളി കൈയിട്ട് കിടന്ന 3ാമത്തെ ദിവസം അവരെ സെപ്പറേറ്റ് ആക്കുക. അത് പല വിധേനയും സെപ്പറേറ്റ് ആക്കുക. ഇവിടെ ക്യാമറ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന പല സ്ഥലത്തും ക്യാമറ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായി. അത് ഇവിടെ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് അത് മാറ്റി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ പുറത്താണ്. ഇതിൽ ശരിക്കും സംസാരിക്കാൻ അമ്മമാർക്കാണ് പറയാനുള്ളത്. അവർ പറയട്ടെ, അവരാണ് ഇതിൽ പറയാനുള്ളത്.